സ്പെയിനിലെ വളരെയേറെ ആദരിക്കപ്പെട്ട ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഇദേഫോൺസസ്. പരിശുദ്ധ ദേവമാതാവിനോടുള്ള തൻ്റെ അഗാധമായ ഭക്തി മൂലമാണ് ഈ വിശുദ്ധൻ ഏറ്റവും അധികം അറിയപ്പെടുന്നത്. കന്യകാ മാതാവിനോടുള്ള തൻ്റെ ഭക്തി, മാതാവിൻ്റെ നിത്യമായ കന്യകാത്വത്തെ പ്രതിപാദിക്കുന്ന തൻ്റെ പ്രസിദ്ധമായ ഒരു കൃതിയിൽ വിശുദ്ധൻ പ്രകടിപ്പിച്ചിരിക്കുന്നു. 607 ഒരു കുലീന കുടുംബത്തിലാണ് വിശുദ്ധൻ ജനിക്കുന്നത്. വിശുദ്ധ ഇദേഫോൺസസ് സെവിലയിലെ വിശുദ്ധ ഇസിദോറിന്റെ ശിഷ്യനായിരുന്നുവെന്നാണ് ചിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഡോൾഡോക്ക് സമീപമുള്ള അഗാലിയിലെ ബെനഡിക്റ്റൻ ആശ്രമത്തിൽ ചേർന്നു. ക്രമേണ അവിടുത്തെ ആശ്രമാധിപനായി തീരുകയും ചെയ്തു. ഈ അധികാരത്തിന്റെ പുറത്താണ് വിശുദ്ധൻ 653-ലെയും 655-ലെയും ഡോൾഡോയിലെ കൗൺസിലുകളിൽ പങ്കെടുത്തത്. 657 പുരോഹിതരും ജനങ്ങളും ഇദേഫോൺസസിനെ അദ്ദേഹത്തിന്റെ അമ്മാവനായ യുജിനിയൂസിന്റെ പിൻഗാമിയായി ഡോൾഡോയിലെ മെത്രാപൊലിത്തയായി തിരഞ്ഞെടുത്തു. മരണം വരെ വിശുദ്ധൻ തന്റെ സഭാപരമായ പ്രവർത്തനങ്ങൾ വളരെയേറെ ശുഷ്കാന്തിയോടും പവിത്രതയോടും കൂടി നിർവഹിച്ചു. മധ്യകാലഘട്ടങ്ങളിലെ കലാകാരന്മാരുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു വിശുദ്ധ ഇദേഫോൺസസ്. പരിശുദ്ധ മാതാവ് വിശുദ്ധന് പ്രത്യക്ഷപ്പെടുകയും ഒരു കാസ സമ്മാനിക്കുകയും ചെയ്തുവെന്ന് ദൈവശാസ്ത്ര പണ്ഡിതർ പറയുന്നുണ്ട്. വളരെയേറെ പ്രചാരം നേടിയ ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു വിശുദ്ധ ഇദേഫോൺസസ്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ രചനകളിൽ വെറും 4 മാത്രമേ ചിത്രകാരന്മാർക്ക് ലഭിച്ചിട്ടുള്ളൂ. പ്രസിദ്ധരായ മനുഷ്യരെ സംബന്ധിച്ച് കൺസേണിംഗ് ഫേമസ് മെൻ എന്ന കൃതി 7-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടങ്ങളിലെ സ്പെയിനിലെ സഭയുടെ ചരിത്രത്തെ കുറിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രേഖ കൂടിയാണ്. 667 വിശുദ്ധ ഇദേഫോൺസസ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു.